ഇന്ത്യയിലെ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ യൂസ് വളരെയധികം കൂടാൻ പോവാണ്, പ്രത്യേകിച്ച് ഡൽഹി. കാരണം വേറെ ഒന്നുമല്ല, ഡൽഹി ഡേയ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും പൊല്യൂട്ടഡ് സിറ്റി ആയിട്ടാണ് ഡൽഹി അറിയപ്പെടുന്നത്. അപ്പോൾ അത് കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോളിസി വരാൻ പോവാണ്. ആ പോളിസിയുടെ പേര് വന്നിട്ട് EV പോളിസി 2.0 എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കാൻ പോകുന്നത് ഈ പോളിസി എന്താണ്, എങ്ങനെയാണ് നമ്മൾ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, എല്ലാം വളരെ ഡീറ്റെയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ആ വീഡിയോ പോകുന്ന മുന്നേ ആയിട്ട് ചാനലായിട്ട് കാണുന്ന ആൾക്കാരാണ് വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ അത് എനിക്ക് അറിയാവുന്ന ആൻസേഴ്സ് ആണ് തീർച്ചയായും ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം തന്നെ നിങ്ങളുടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. EV പോളിസി 2.0 ഏറ്റവും കൂടുതൽ ഇപ്പോൾ ന്യൂസ് മീഡിയയിൽ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഇത് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഡൽഹിയാണ് ഏറ്റവും അധികം പൊല്യൂട്ടഡ് സിറ്റിയുടെ അറിയപ്പെടുന്നത്. അപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ നിലവിലുള്ള ഇലക്ട്രിക് വണ്ടികൾക്ക് മാത്രമേ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് പെട്രോൾ, ഡീസൽ, CNG വെഹിക്കിൾസ് നമുക്ക് ഓഗസ്റ്റ് 15-ാം തീയതി, അതായത് ഓഗസ്റ്റ് 15, 2025 ശേഷം നമുക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് ഡൽഹി ലൊക്കേഷൻ കേസ് ഞാൻ പറയുന്നത്, ബാക്കിയുള്ള സംസ്ഥാനത്തെ കേസ് പറഞ്ഞിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ ബാക്കി സംസ്ഥാനത്ത് വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. നിലവിൽ വന്നിട്ട് ഡൽഹിയിൽ മാത്രമാണ് ആദ്യമേ ട്രയൽ ബേസിസ് നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പേര് വന്നിട്ട് EV പോളിസി 2.0 ആണ്. ഇത് ക്യാബിനറ്റിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കാർ കൺഫർമേഷൻ, അത് അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോളിസിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെ പോളിസിയായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഇനി മുതൽ പെട്രോളോ ഡീസലോ ഒരു CNG വെഹിക്കിൾസ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഓരോ വണ്ടികൾ എന്തൊക്കെ രജിസ്ട്രേഷൻ നമുക്ക് സാധിക്കും എല്ലാം വളരെ ഡീറ്റെയിൽ നോക്കാം. ആദ്യം നമുക്ക് 2 വീലേഴ്സിൻ്റെ കേസ് നമുക്ക് നോക്കാം. 2 വീലറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓഗസ്റ്റ് 15, 2025 ശേഷം നമുക്ക് ഒരു വണ്ടിയും ഡൽഹിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് പെട്രോൾ വെഹിക്കിൾസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. കംപ്ലീറ്റ്ലി നിങ്ങൾ ഇലക്ട്രിക്കിൽ സ്വിച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ പോളിസി പ്രകാരം പറയുകയാണെങ്കിൽ നിലവിൽ ഡൽഹിയിൽ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനത്തിലേക്ക് ഉടനെ വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ് അത് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന കേസ്, നമ്മുടെ നിലവിൽ ഇപ്പോൾ നിങ്ങളുടെ പെട്രോൾ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യുന്നൊരു ഡൗട്ട് വരും. അപ്പോൾ അതിനൊരു വളരെ ക്ലിയർ ആയിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിലവിലിപ്പോൾ പെട്രോൾ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 15 വർഷത്തേക്ക്, അതായത് വണ്ടി ലൈഫ് സ്പാൻ ചെയ്യുന്നില്ല, 15 വർഷം നിങ്ങൾക്ക് വണ്ടി ഉപയോഗിക്കാം. അതിനുശേഷം അത് റിന്യൂ ചെയ്ത് കൊടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോൾ റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലുണ്ട്. അപ്പോൾ അത് ഇനി മുതൽ ഉണ്ടാകത്തില്ല. ഈ പോളിസി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി നിലവിൽ റിന്യൂ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ 15 വർഷത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. അടുത്തത് 3 വീലറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിൽ സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. നമ്മുടെ പെട്രോൾ വെഹിക്കിൾസോ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയോ അല്ലെങ്കിൽ CNG വെഹിക്കിൾസോ നമുക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഓഗസ്റ്റ് 15 ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ടതാണ്. അടുത്ത ബസ്സസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൽഹിയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ 2 ടൈപ്പ് ബസ്സസ് ഇപ്പോൾ ഉള്ളത്, ഒന്ന് ഇൻ്റർ സ്റ്റേറ്റും ഒന്ന് ഇൻ്റർ സിറ്റി. അത് ഇൻ്റർ സ്റ്റേറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് BS6 വണ്ടികൾക്ക് മാത്രമാണ് ഇനി പെർമിറ്റ് കിട്ടുള്ളൂ. അത് ഇൻ്റർ സ്റ്റേറ്റ് ഓടണമെങ്കിൽ BS6 നോംസ് പാലിക്കുന്ന വണ്ടികൾക്ക് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ ഓഗസ്റ്റ് 15 ശേഷം. നേരെ മറിച്ച് ഇൻ്റർ സിറ്റി, അതായത് ലോക്കൽ സർവീസിന് ഓടുന്ന വണ്ടികളെല്ലാം ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നാണ് ഈ ഒരു ഗൈഡ് ലൈൻ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അടുത്ത നമ്മൾ ഗുഡ്സ് വെഹിക്കിൾസ്, അതായത് ഗുഡ്സ് കാരിയേജ് വെഹിക്കിൾസ് നോക്കുകയാണെങ്കിൽ, ട്രക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓഗസ്റ്റ് 15 ശേഷം നമ്മൾ കംപ്ലീറ്റ് ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ പ്രാക്ടിക്കൽ നടക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഗൈഡ് ലൈൻസ് പ്രകാരം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അടുത്ത നമ്മൾ പ്രൈവറ്റ് ഓണേഴ്സ്, അതായത് പ്രൈവറ്റ് കാർ ഓണേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. ഇത് ചെറിയ ചേഞ്ച് ഉള്ളത് വേറെ ഒന്നുമല്ല. നിങ്ങളിൽ ഇപ്പോൾ ആദ്യത്തെ ഒരു വണ്ടി നിങ്ങൾ പുതിയതായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ഓണറോ അല്ലെങ്കിൽ സെക്കൻഡ് വെഹിക്കിൾ, നിങ്ങൾ 2 വണ്ടികൾ എടുക്കുകയാണെങ്കിൽ, അത് ആദ്യമായിട്ട് വണ്ടി എടുത്തു, അതിനുശേഷം വണ്ടി കൊടുത്തിട്ട് വീണ്ടും നിങ്ങൾ വണ്ടി എടുത്തു, ആ 2 വണ്ടികൾ നിങ്ങൾക്ക് പെട്രോളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പെട്രോൾ അല്ലെങ്കിൽ ഡീസലോ CNG നിങ്ങൾക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ 3ാമത്തെ വണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇലക്ട്രിക്കിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നാണ് ഈ ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ലെവലിൽ അഫക്റ്റ് ആവും. സ്റ്റാർട്ടിങ് വന്ന് ഡൽഹിയാണ് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി സംസ്ഥാനത്തേക്ക് വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ആണ് കാണുന്നത്. അപ്പോൾ എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഡൽഹിയിൽ വന്നിട്ട് ഇനി കറണ്ടിന് വളരെ യൂസേജ് കൂടുന്നു നമുക്ക് വളരെ മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ പറയുന്നത് നമുക്കിപ്പോൾ റിന്യൂവബിൾ എനർജി എന്നാണ് ഇത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, മെജോറിറ്റി കോളൊക്കെ ബേൺ ചെയ്തിട്ടാണ് ഇത് കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം അത് ഗുണം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. നേരെ മറിച്ച് സോളാറൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ വണ്ടി ചാർജ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഈ ഇലക്ട്രിക് വെഹിക്കിളിന് ഗുണമുള്ളൂ. കാരണം ബാക്കി ഫോസിൽ ഫ്യൂൽസ് കളയുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഇപ്പോൾ കോൾ ബേൺ ചെയ്യുമ്പോൾ വരുന്നത്. അപ്പോൾ അത് കാരണം യൂസ് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞേ ഉള്ളൂ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം. അപ്പോൾ എന്തായാലും ഓൾ ഇന്ത്യ ലെവലിൽ ചേഞ്ചസ് വരാൻ പോവാണ്. അതിൽ ആദ്യത്തെ ഫേസ് വന്നിട്ട് ഡൽഹിയിലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 15-ാം തീയതിക്കുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതിന് മുന്നേ ക്യാബിനറ്റ് ഒന്ന് അപ്രൂവ് ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് ഡ്രാഫ്റ്റ് വേർഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് കൺഫർമേഷൻ വന്ന് ഞാൻ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അവൈലബിൾ ഡാറ്റ വെച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 15-ാം തീയതി 2025 ശേഷം ഡൽഹിയിൽ വന്നിട്ട് നിങ്ങൾക്ക്
ഇലക്ട്രിക് വണ്ടിയിൽ മാത്രം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. പെട്രോളോ ഡീസലോ CNG വെഹിക്കിൾസ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനൊപ്പം തന്നെ എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് നമ്മൾ വണ്ടി എവിടെ കൊണ്ട് ചാർജ് ചെയ്യുന്നുള്ളത്. കാരണം മെയിൻലി ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന എല്ലാവർക്കും അറിയാം ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ വളരെ വീക്കാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഇത് ചാർജ് ചെയ്യുന്നതൊക്കെ ചോദ്യങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും കൺഫർമേഷൻ വരാനുണ്ട്. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ ഗാർബേജ് കളക്ഷൻ വെഹിക്കിൾസും ഗവൺമെൻറ് വെഹിക്കിൾസും ഇതിൻ്റെ കേസിൽ ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് സ്ലോലി ചേഞ്ച് ചെയ്യുള്ളൂ. അത് ഗവൺമെൻറ് വെഹിക്കിൾസ് ഒക്കെ സ്ലോലി ചേഞ്ച് ചെയ്യും. 2027 ആയിരിക്കും നമ്മുടെ സർക്കാർ വെഹിക്കിൾസ് ഒക്കെ കംപ്ലീറ്റ് ഇലക്ട്രിക് സ്വിച്ച് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ഡിലേ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കേസ് വരുന്നുണ്ട് സർക്കാരിൻ്റെ കേസിൽ. ബാക്കി പേഴ്സണൽ യൂസും അല്ലാതെ ഇപ്പം കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ വിൽക്കുന്ന വണ്ടികൾക്ക് തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറിക്കാൻ വീഡിയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാതെ വെച്ചാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.